സുപ്പീരിയറായി ലേക്ക് സുപ്പീരിയർ. എന്റെ ക്ലാസ്സിൽ ചോദിച്ച ചോദ്യമാണ് ഹോംസ് HOMES എന്ന വാക്കിൽ ഒളിച്ചിരിക്കുന്ന വൻ തടാകങ്ങൾ ഏതൊക്കെ? ലേക്ക് ഹ്യൂറോൺ, ഒൻറ്റാരിയോ, മിച്ചിഗൺ, ഈറി, സുപ്പീരിയർ എന്നീ തടാകങ്ങളുടെ ആദ്യാക്ഷരങ്ങൾ ചേർത്തു നോക്കൂ. ഇവരാണ് ഹോംസിൽ ഒളിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ തീരാത്തത്ര കഥകളും വിശ്വാസങ്ങളും നിറഞ്ഞതാണ് ഈ 5 വൻ തടാകങ്ങൾ. 5 പേരും ഒന്നിനൊന്ന് മെച്ചമാണ്. എന്നാൽ പേര് പോലെ തന്നെ സുപ്പീരിയറായ ലേക്ക് സുപ്പീരിയർ ആണ് മുന്തിയത്. വടക്കേ ഒൻറ്റാരിയോയിലെ വളരെ പഴയൊരു കുടിയേറ്റ പ്രദേശമാണ് സൂസ് സെയിന്റ് മേരി. തൊട്ടയൽപക്കമായ അമേരിക്കയിലും ഇതേ പേരിൽ ഒരു സ്ഥലമുണ്ട് ട്ടോ. സൂ എന്ന ഓമന പേരിൽ വിളിക്കുന്ന കാനഡയിലെ സൂസ് സെയിന്റ് മേരിയിലേക്ക് മിസിസാഗയിൽ നിന്ന് 700 കിലോമീറ്റർ ദൂരമുണ്ട്. ലേക്ക് സുപ്പീരിയറിന്റെ തീരത്താണ് ഈ ഗ്രാമം. കാനഡയുടെ വടക്ക് ഭാഗത്തേക്കുള്ള റോഡ് യാത്രകൾ പെട്ടെന്ന് മടുക്കും. ഒന്നും കാണാനുണ്ടാവില്ല. പാറക്കൂട്ടങ്ങളാണ് റോഡിനിരുവശവും. മരങ്ങളെക്കാൾ റോഡിലേക്ക് ഉന്തി നിൽക്കുന്നത് പാറകളാണ്. അത് കാണുമ്പോൾ ഇതെല്ലാം ഉരുണ്ട് താഴെ വീഴുമെന്ന പേടി കാരണം ഞാൻ കുറെ നേരമൊക്കെ കണ്ണടച്ചിരിക്കും. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടായിരിക്കും പല നിറത്തിലുള്ള പാറകളുണ്ട് ട്ടോ. ചെങ്കല്ലിന്റെ നിറമുള്ള തിളങ്ങുന്ന പാറയാണ് കാണാൻ ഭംഗി. വലിയ വലിയ പാറകളുടെ മേലെ വച്ചിരിക്കുന്ന കല്ലുകൾ കൊണ്ടുള്ള അടയാളങ്ങൾ എന്താണെന്ന് ഞങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഉപ്പ വഴിയിൽ വണ്ടി നിർത്തി. അടുത്തു ചെന്ന് നോക്കാൻ പറ്റിയ ഒരിടത്ത് പോയി നോക്കി വരാൻ ഞങ്ങളോട് പറഞ്ഞു. ഒന്നും തുടരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു. കുറെ നേരം നോക്കി നിന്നു എന്നല്ലാതെ ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. ഗോത്രക്കാരുടെ ഏതെങ്കിലും ആരാധനാമൂർത്തികളായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും ദിശയറിയാൻ പണ്ട് വെച്ചതായിരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഉപ്പ വീണ്ടും കാറിൽ കയറ്റി. മെനോനൈറ്റ്സ് കമ്മ്യൂണിറ്റിക്കാർ പാർക്കുന്ന ഗ്രാമങ്ങളിലൂടെയാണ് ഇനി ഞങ്ങളുടെ യാത്ര. അവരെ കൂടുതലായി കാണാൻ കഴിയുന്നത് വടക്കോട്ടുള്ള യാത്രകളിലാണ്. 18-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്നും കാനഡയിലെത്തിയ ക്രിസ്തുമത വിശ്വാസികളാണ് മെനോനൈറ്റ്സ്. ഇവരുടെ ജീവിത രീതികൾക്ക് പ്രത്യേകതകൾ ഏറെയുണ്ട്. പുതിയ തലമുറ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ചിലർ ഇപ്പോഴും പഴയ രീതികളും വിശ്വാസങ്ങളും പിന്തുടരുന്നവരാണ്. വാഹനങ്ങൾ, ബാങ്ക്, ക്രെഡിറ്റ് കാർഡുകൾ, രാസവളങ്ങൾ, ഫോൺ മുതലായവയൊന്നും മെനോനൈറ്റ്സ് ഉപയോഗിക്കില്ല. അതായിരിക്കും ഉമ്മ മെനോനൈറ്റ്സ് മാർക്കറ്റിൽ പോകുമ്പോൾ കാശ് കൊണ്ടുപോകുന്നത്. കുതിരവണ്ടിയിലാണ് ഇവർ യാത്ര ചെയ്യുക. മെനോനൈറ്റ്സ് കുട്ടികൾ പഠിക്കുന്നത് ഞങ്ങളൊക്കെ പഠിക്കുന്ന പോലെ സർക്കാർ സ്കൂളിലല്ല. അവർക്ക് പഠിക്കാൻ അവരുടെ ഗ്രാമത്തിൽ കമ്മ്യൂണിറ്റി സ്കൂളുകൾ ഉണ്ടാവും. വ്യത്യസ്തമായ വസ്ത്രധാരണ രീതികളായതുകൊണ്ട് ഇവരെ തിരിച്ചറിയാൻ പ്രയാസമില്ല. ആണുങ്ങൾ തൊപ്പിയും വള്ളിയുള്ള പാന്റും, പെണ്ണുങ്ങൾ ഇളം നിറത്തിലുള്ള നീളൻ ഉടുപ്പുകളുമാണ് ഇടുക. കുട്ടികളും അതുപോലെ തന്നെ. പെൺകുട്ടികളുടെ തലയിലെ തൊപ്പി ഒരു പ്രത്യേക രീതിയിൽ മുടിയുടെ മേലെ കെട്ടിവെച്ചിട്ടുണ്ടാകും. പുറം ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളുമായി ഒരു ബന്ധവും മെനോനൈറ്റ്സിനില്ല. വളരെ സമാധാനമുള്ള ലോകമാണ് അവരുടേത് എന്നാണ് ഉമ്മ പറയാറ്. മണ്ണിൽ പടിയെടുത്ത് സ്വസ്ഥമായി ജീവിക്കുന്നവരാണ് മിക്കവരും. വഴിയരികിലെ വയലിൽ ഒരാൾ കുതിരയെ ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്നത് കണ്ടപ്പോൾ ഉപ്പ പറഞ്ഞു, ഞങ്ങൾ മെനോനൈറ്റ്സുകളുടെ ഗ്രാമത്തിലെത്തിയെന്ന്. വണ്ടി നിർത്തിയതും ഉമ്മയും ചക്കരയും ചാടി ഇറങ്ങി. വീട്ടിലുണ്ടാക്കിയ അപ്പത്തരങ്ങൾ വഴിയരികിലെ കടയിൽ വെച്ച് വിൽക്കുന്ന സ്ത്രീകളുടെ അടുത്തേക്കാണ് ഉമ്മ പോയത്. കുതിരവണ്ടിയിലാണ് അവർ അപ്പങ്ങളുമായി വന്നത്. വെണ്ണയിൽ ചുട്ടെടുത്ത നല്ല സ്വാദുള്ള ബ്രെഡും വാങ്ങി ഉമ്മ വന്നു. ചക്കര ഉമ്മാന്റെ കൂടെ പോയി കുതിരയെ തൊട്ടുഴിഞ്ഞ് ഓടിച്ചാടി ഞങ്ങളുടെ അടുത്തെത്തി. പിന്നൊരു കാര്യമുണ്ട്. ഞായറാഴ്ച ഇവർ ഒന്നും വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യില്ല. ഒരിക്കൽ ഞങ്ങൾ കോഴിമുട്ട വാങ്ങാൻ ഇവരുടെ ഫാമിൽ പോയിട്ടോ. ഇന്ന് ഞായറാഴ്ചയാണ്, ഒന്നും കിട്ടില്ല എന്ന് അവിടെയുള്ള സ്ത്രീ പറഞ്ഞു.
മറ്റു ദിവസങ്ങളിൽ വന്നിട്ട് ഫാമിൽ ആരെയും കണ്ടില്ലെങ്കിൽ കാത്തു നിൽക്കണ്ട, പൈസ ജനലിനടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ള കോഴിമുട്ട കൂട്ടിൽ നിന്ന് എടുത്തോളാനാണ് ആ ലേഡി പറഞ്ഞത്. ഞങ്ങൾ വണ്ടി നിർത്തിയ ഗ്രാമത്തിൽ 1000 ആളുകൾ മാത്രമേ പാർക്കുന്നുള്ളൂ. വഴിയാത്രക്കാർക്ക് വേണ്ടിയാണ് ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എന്നൊക്കെ ഉമ്മ ബ്രെഡ് വാങ്ങിക്കാൻ പോയപ്പോൾ അറിഞ്ഞ വിശേഷങ്ങളാണ്. കൃഷി ചെയ്യുന്ന ആളുടെ കുറെ ഫോട്ടോ എടുത്ത് അയാളോട് കൈവീശി യാത്ര പറഞ്ഞ് ഞങ്ങൾ വീണ്ടും കാറിൽ കയറി. വൈകുന്നേരത്ത് ഞങ്ങൾ സൂയിലെത്തി. മോട്ടലിൽ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. കാനഡയിലെ ആദിവാസി ഗോത്രവർഗമായ ഓജിബ്വാക്കാരുടെ പൂർവീകർ സുപ്പീരിയറിന്റെ തീരത്തെ പാറകളിൽ ചുവന്ന പാറപ്പൊടിയും മീനെണ്ണയും ചേർത്ത് അവരുടെ സ്വപ്നങ്ങളും വിശ്വാസങ്ങളും കഥകളും വരച്ചു വെച്ചത് കാണാനാണ് ആദ്യം പോയത്. ചിത്രങ്ങൾ വരച്ചിരിക്കുന്ന വലിയ ഗ്രാനൈറ്റ് പാറകളുടെ അടുത്തെത്തണമെങ്കിൽ പാറകളിൽ അള്ളിപ്പിടിച്ച് 1/2 മണിക്കൂർ നടക്കണം. നല്ല കാലാവസ്ഥയായതിനാൽ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. മഞ്ഞും മഴയും തിരകളും ചേർന്ന് മായിച്ചു കൊണ്ടിരിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചിത്രങ്ങളുടെ ഫോട്ടോ എടുത്തു കൊണ്ടുവരാമെന്ന് ഉപ്പ പറഞ്ഞതുകൊണ്ട് ഉമ്മയും ഞങ്ങളും അങ്ങോട്ട് പോയില്ല. ഞങ്ങൾ രണ്ടുപേരും ലൈഫ് ജാക്കറ്റ് എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. വെള്ളത്തിന്റെ അടുത്തു പോകുമ്പോൾ അത് നിർബന്ധമായും കയ്യിൽ വെക്കേണ്ടതാണ്. പക്ഷെ മറന്നുപോയി. ഉമ്മ മുമ്പൊരിക്കൽ പോയി കണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടിരുന്നു. എന്നിട്ട് അതിൽ വരച്ച ഒരു ചിത്രത്തിന്റെ കഥയും പറഞ്ഞു തന്നു. കയ്യിലെ വിയർപ്പ് തട്ടി ചിത്രങ്ങൾക്ക് കേടുപറ്റിയാലോ എന്ന് കരുതിയാകണം ചിത്രങ്ങളിൽ തുടരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ആളുകൾ ദിവസങ്ങളോളം വന്ന് താമസിക്കാറുണ്ട്. പല സ്ഥലങ്ങളിൽ പ്രാധാന്യത്തോടെ വരച്ചു വച്ചിരിക്കുന്നത് കൊമ്പുകൾ ഉള്ള ഒരു വിചിത്ര ജീവിയുടെ ചിത്രമാണ്. വെള്ളത്തിന്റെ ആത്മാവാണ് ഇതെന്നായിരുന്നു ഓജിബ്വാക്കാരുടെ സങ്കല്പം. ഈ ജീവിയുടെ വാലിന് കാറ്റിനെയും തിരകളെയും അടിച്ചമർത്താൻ കഴിയുമെന്നവർ വിശ്വസിച്ചു. രക്ഷിക്കാനും കൊല്ലാനും സ്നേഹിക്കാനും കഴിയുന്ന അവരുടെ ദൈവം. ഓരോ കുഞ്ഞ് ജനിക്കുമ്പോഴും പാറകളിൽ പ്രകൃതിയുമായി ബന്ധമുള്ള പല ചിഹ്നങ്ങളും ഓജിബ്വാക്കാർ വരച്ചുവെക്കും. വെള്ളത്തിനും കാറ്റിനും മണ്ണിനും ആകാശത്തിനും നക്ഷത്രങ്ങൾക്കും കുഞ്ഞിനെ പരിചയപ്പെടുത്തുന്നതിനാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഇങ്ങനെ വരച്ചു വെച്ചാൽ അപകടങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ പ്രകൃതി തന്നെ രക്ഷപ്പെടുത്തും എന്നും അവരുടെ വിശ്വാസമായിരുന്നു. സുപ്പീരിയർ തടാകത്തിന്റെ തീരത്ത് ഇരിക്കല്ലേ, ഇനി കുറച്ച് സുപ്പീരിയറിനെ കുറിച്ച് കേൾക്കാം. ഈ സുപ്പീരിയർ തടാകം അത്ര ശരിയല്ല ട്ടോ. ചിലപ്പോൾ കണ്ടാൽ വളരെ പാവാണെന്ന് തോന്നും. അത്ര ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. എന്നാൽ ചിലപ്പോൾ അലറിപ്പാഞ്ഞ് അട്ടഹസിച്ച് എല്ലാവരെയും പേടിപ്പിച്ചു നിർത്തും. ഇതിനെ പേടിക്കണട്ടോ. വടക്കേ അമേരിക്ക മുഴുവനായും 5 അടി വെള്ളത്തിൽ മുങ്ങും സുപ്പീരിയറിൽ നിന്നൊരു വെള്ളപ്പൊക്കമുണ്ടായാൽ. അത്രയധികം വെള്ളമുണ്ട്. നമ്മുടെ ഭൂമിയിലെ 10% വരുന്ന ശുദ്ധജല ശേഖരമുള്ളത് സുപ്പീരിയർ തടാകത്തിലാണ്. മറ്റാർക്കുമില്ലാത്ത ഇൻലാൻഡ് സീ എന്നൊരു പ്രത്യേക വിശേഷണവും ഉണ്ട്. ഒരാഴ്ചയിലെ 2 ദിവസവും സുപ്പീരിയർ പ്രക്ഷുബ്ധമാണ് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ കണക്ക്. കടൽ തിരകളേക്കാൾ ശക്തമാണത്രേ ഇതിലെ തിരകൾ. ചെറുതും വലുതുമായ 350ഓളം കപ്പലുകളെയാണ് സുപ്പീരിയർ ഈ കാലത്തിനിടയ്ക്ക് വിഴുങ്ങിയിരിക്കുന്നത്. ഡീപ്പസ്റ്റ്, കോൾഡസ്റ്റ്, ക്ലീനസ്റ്റ് ആൻഡ് ലാർജസ്റ്റ്, അതാണ് സുപ്പീരിയർ തടാകം. ജിയോഗ്രഫി ടീച്ചർ പറഞ്ഞ പോലെ എല്ലാം തികഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നായ സുപ്പീരിയർ കോപത്തിൽ എന്ന പോലെ വൃത്തിയുടെ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെയാണ് ട്ടോ. തെളിഞ്ഞ വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയും എന്നാണ് തടാകത്തിലൂടെ സഞ്ചരിക്കുന്നവർ പറയുന്നത്. 78 വ്യത്യസ്ത ജലജീവികളും ഉണ്ട് ഈ തടാകത്തിൽ. പോരെ, ഇനി എന്താ വേണ്ടത്? സുപ്പീരിയറിന്റെ സ്വഭാവം കൊണ്ടാവും അതിന്റെ തീരത്തുള്ള പാർക്കിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: സ്പെഷ്യൽ റൂൾസ് അപ്ലൈ ടു ലേക്ക് സുപ്പീരിയർ പ്രൊവിൻഷ്യൽ പാർക്ക്. നവംബർ മാസത്തിലാണ് ലേക്ക് സുപ്പീരിയർ വളരെ മോശമാകുന്നത്. മിക്ക അപകടങ്ങൾ നടന്നിട്ടുള്ളതും നവംബറിലാണത്രേ.
സെപ്റ്റംബർ അവസാനത്തോടെ പാർക്ക് അടച്ചിടുന്നത് ഇതേ കാരണം കൊണ്ടാകും. തടാകത്തിൽ ഭൂതമുണ്ടെന്നും അത് കോപിച്ച് പുറത്തിറങ്ങുന്ന സമയമാണ് ഇതെന്നാണ് നാടോടി കഥകളിലുള്ളത്. സുപ്പീരിയറിന്റെ തീരത്തൊരു പ്രേത നഗരവും അവിടെ ഉപേക്ഷിക്കപ്പെട്ടൊരു തുറമുഖവും ഉണ്ട്. ഒരിക്കൽ ഏറെ തിരക്കുള്ളതായിരുന്നു ഗർഗാഞ്ചുവ ഹാർബർ. അന്നൊന്നും ബോട്ട് വഴിയല്ലാതെ ഈ നഗരത്തിലേക്ക് എത്താൻ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു. ഇവിടെ താമസിച്ചിരുന്ന ജനങ്ങളുടെ ഏക ആശ്രയം ഇവിടേക്ക് വരുന്ന ബോട്ടുകളാണ്. മാസത്തിൽ 2 തവണ ഈ നഗരത്തിലെ ജനങ്ങൾക്കുള്ള അവശ്യ സാധനങ്ങളുമായി ബോട്ടുകൾ എത്തും. മത്സ്യബന്ധന തൊഴിലാളികളായിരുന്നു ഈ നഗരത്തിലുള്ളവർ. ഒരു ദിവസം രാത്രി 130 അടി നീളമുള്ള ഇവരുടെ ബോട്ടിന് തീ പിടിച്ചു. എങ്ങനെയാണ് തീ പിടിച്ചതെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. തീ നഗരത്തിലേക്ക് പടരാതിരിക്കാൻ ആളുകൾ ബോട്ട് വെട്ടിപ്പൊളിച്ച് സുപ്പീരിയറിൽ താഴ്ത്തിയത്രേ. വൃത്തിയുടെ കാര്യത്തിൽ കണിശക്കാരിയായ തടാകത്തിന് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷമാണ് ഈ തുറമുഖ നഗരി ഗതിപിടിക്കാതെയായത് എന്നാണ് പഴമക്കാരുടെ വിശ്വാസം. സുപ്പീരിയർ നല്ല സ്വഭാവത്തിലിരിക്കുന്ന സമയത്ത് തോണിയിൽ പോയാൽ തീ പിടിച്ച ബോട്ടിന്റെ അവശിഷ്ടങ്ങൾ തടാകത്തിനടിയിൽ കാണാം. പക്ഷെ അത്തരം സാഹസികതയ്ക്ക് സുപ്പീരിയറിനെ അറിയുന്നവർ മുതിരില്ല. 14 കിലോമീറ്ററോളം കൊടും കാട്ടിലൂടെ വണ്ടി ഓടിച്ചു പോകണം ഹാർബറിലെത്താൻ. വളഞ്ഞും തിരിഞ്ഞും കയറിയും ഇറങ്ങിയും ചരൽപാകി വീതി നന്നേ കുറഞ്ഞ ഈ വഴിയിലൂടെ വേനൽക്കാലത്ത് മാത്രമേ വണ്ടി ഓടിക്കാൻ കഴിയൂ. അത്രയ്ക്ക് ദുർഘടം പിടിച്ച വഴിയാണ്. കാട് കണ്ടു പേടിക്കുന്നത് ആദ്യമായിട്ടാണ്. എത്ര ട്രക്കിങ്ങിനും ഹൈക്കിങ്ങിനും ഉപ്പയും ഉമ്മയും ഞങ്ങളെ കൊണ്ടുപോയിരിക്കുന്നു. അപ്പോഴൊന്നും കാട്ടിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെ പേടി തോന്നിയിട്ടില്ലാട്ടോ. പോരാത്തതിന് അന്ന് നല്ല മഴയും ഉണ്ടായിരുന്നു. ഉപ്പാക്ക് മുന്നിലെ വഴി കാണുന്നുണ്ടായിരുന്നില്ല. ആകെ വെള്ളമാണ്. തടാകത്തിലെ വെള്ളം കയറിയതാണോ മഴ പെയ്ത വെള്ളമാണോ എന്നറിയാത്ത അവസ്ഥ. ഒടുവിൽ ഒരൊഴിഞ്ഞ സ്ഥലത്ത് കുറച്ചു വാഹനങ്ങൾ നിർത്തിയ സ്ഥലം കണ്ടപ്പോൾ ഉപ്പയും വണ്ടി നിർത്തി. അവിടെയുള്ള ആളുകളാണ് പറഞ്ഞത്, ഇനി മുന്നോട്ട് പോകേണ്ട, അപകടമാണ്, വണ്ടി ഇവിടെ ഇട്ട് നിങ്ങൾ നടന്നുപോയി വരൂ എന്ന്. യാത്രകളിൽ എപ്പോഴും ആളുകൾ പരസ്പരം സഹായിക്കും. ആരോടും മടിക്കാതെ സഹായം ചോദിക്കാമെന്ന് ഞങ്ങൾ പഠിച്ചതും യാത്രകളിലാണ്. വളണ്ടിയർ ജോലിയുമായി അസമയത്ത് യാത്ര ചെയ്യേണ്ടി വരുമ്പോഴെല്ലാം ഞാൻ ഇതോർക്കും. കഷ്ടപ്പെട്ട് ഇത്രയും ദൂരം വന്നത് വെറുതെ ആയില്ലാട്ടോ. എന്തൊരു ഭംഗിയാണ് ഈ തീരത്തിന്. പല നിറത്തിൽ ഉരുട്ടി മിനുക്കിയ പാറക്കല്ലുകളാണ് തീരത്ത് മുഴുവനും. ആരാ ഈ കല്ലൊക്കെ ഇവിടെ കൊണ്ടിട്ടത് എന്നായിരുന്നു ചക്കരയ്ക്ക് അറിയേണ്ടിയിരുന്നത്. ആരും കൊണ്ടിട്ടതല്ല, സുപ്പീരിയർ അതിന്റെ ശക്തമായ തിരകൾ കൊണ്ട് പാറകളെ ഉരുട്ടിയെടുക്കുന്നതാണ് എന്ന് അവിടെയുണ്ടായിരുന്ന ഒരാൾ അവന് പറഞ്ഞുകൊടുത്തു. ഇപ്പോൾ മനസ്സിലായില്ലേ സുപ്പീരിയറിലെ തിരകളുടെ ശക്തി? കളി എന്നോട് വേണ്ട എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനാവും പാറയൊക്കെ ഉരുട്ടി മിനുക്കി തീരത്ത് കൊണ്ടിട്ടിരിക്കുന്നത്. അവിടെ വരുന്നവരാരും കല്ലുകൾ പെറുക്കിക്കൊണ്ടുപോവില്ല. കാണുന്ന കാഴ്ചകളുടെ ചിത്രങ്ങളും ഓർമ്മകളും മാത്രമേ കൂടെ കൊണ്ടുപോകേണ്ടത്. ബാക്കിയെല്ലാം ഇനി വരുന്നവർക്കായി പ്രകൃതി തന്നെ സൂക്ഷിച്ചു വെച്ചോളും എന്നെഴുതിയ ബോർഡുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെന്ന് പോരുമ്പോൾ വഴിയരികിലെ കരകൗശല സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ കയറി. ഇതുപോലെയുള്ള കടകളിൽ പോയാൽ ഉമ്മാനെ കാണാതെയാകും. എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ അതിന്റെ കഥകളൊക്കെ അറിഞ്ഞേ ഉമ്മ വരൂ. ഇപ്രാവശ്യം ഉമ്മാന്റെ കയ്യിൽ കിട്ടിയത് ഒരു മഞ്ഞ കൂടും അതിനുള്ളിൽ ഇറക്കി വെച്ചിരിക്കുന്ന 4 കുഞ്ഞു പാവകളെയുമാണ്. ഇനി ഇതിന്റെ കഥ എന്താന്ന് ഉപ്പ കളിയാക്കി ചോദിക്കുന്നുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞു തരാൻ കൂട്ടാക്കിയില്ലെങ്കിലും പിന്നെ ഉമ്മ പറഞ്ഞു തന്നൂട്ടോ. വെറി ഡോൾസ് എന്നാണത്രേ ഇതിന് പേര്. പണ്ട് ഗോത്രക്കാർ ഇതുപോലെ കുഞ്ഞു പാവകളെ ഉണ്ടാക്കി വെക്കുമായിരുന്നു അത്രേ. ഇവരുടെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും എല്ലാം പറയുന്നത് ഈ പാവകളോടാണ്. എന്നിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ പാവകളെ തലയ്ക്ക് കീഴിൽ വെച്ചിട്ടാണ് ഉറങ്ങുക.
എല്ലാ മനക്ലേശങ്ങളും പ്രയാസങ്ങളും ഈ പാവകൾ ഏറ്റെടുക്കും എന്നായിരുന്നു അവരുടെ വിശ്വാസം. മനോഹരമായ കഥയും കേട്ട് നല്ല ഭംഗിയുള്ള കുഞ്ഞു പാവകളെയും കൊണ്ട് ഞങ്ങൾ മിസ്സിസാഗയിലേക്ക് പോന്നു.